ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇടിയിറച്ചി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ക്രഷ് ആക്കിയത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കൈകൊണ്ട് നന്നായിട്ട് ഞെരടിയിട്ട് പിന്നെ നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ഇനി വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നത്. പിന്നെ ഒരു വലിയ സവാള കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 കറിവേപ്പിൻ്റെ ഇല, 4 തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ 4 ഉണക്കമുളക് ഉണ്ടല്ലോ, അതും കൂടി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ബീഫ് പിന്നെ വെന്തിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ പരുവം എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോൾ ഇത് വേറെ രീതിയിലും ഉണ്ടാക്കും. ബീഫൊക്കെ ഡ്രയറിലൊക്കെ വെച്ച് ഉണക്കിയിട്ട് ചുറ്റുകൊക്കെ വെച്ചിട്ട് ഇടിച്ച് വരത്തിയാണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. നമുക്കതിനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പം നമ്മളെ രീതി ഇങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബായ്.